രൂപ നഗരമേഖലയിലും അംഗനവാടി കെട്ടിടങ്ങൾക്ക് വാടകയായിട്ട് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. അഡീഷണൽ വരുന്നത് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊടുക്കാനുള്ള അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെല്ലാം ജനപ്രതിനിധികളാണല്ലോ. നമ്മളെല്ലാം ഈ കാലയളവിൽ എത്ര അംഗനവാടി കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടാവും? എല്ലാം തന്നെ സ്മാർട്ട് അംഗനവാടികളാക്കി നമ്മളെല്ലാവരും അങ്ങും ഞാനും ഒന്നിച്ചും അടുത്തടുത്തൊക്കെ ഉദ്ഘാടനം ചെയ്യുന്നുണ്ടല്ലോ. അതെല്ലാം തന്നെ അങ്ങനെ ചെലവഴിക്കുന്നുണ്ട്. പഞ്ചായത്തുകൾക്ക് തനത് ഫണ്ടും ചെലവഴിക്കാം. അത്യപൂർവമായിട്ട് എവിടെയെങ്കിലും ഇല്ലെങ്കിൽ അതിന് അവരുടെ ബഡ്ജറ്റിൽ നിന്നും വഴിക്കാനുള്ള നിലപാട് സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് വളരെ ഒറ്റപ്പെട്ട സംഭവമായി കാണേണ്ടതാണ്. അദ്ദേഹത്തിന് പറവൂർ മണ്ഡലം തന്നെ എടുത്തറിയാലോ, അവിടുത്തെ പൊതുസ്ഥിതി എങ്ങനെയാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല സർ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എടുത്തെന്താ പറഞ്ഞത്, വാടകയ്ക്ക് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ വാടക അവർ അഡ്വാൻസ് കൊടുക്കണം. കെട്ടിടം മിനിസ്റ്റർ പറഞ്ഞല്ലോ കമന്റ് ചെയ്യല്ല പ്ലീസ്. മിനിസ്റ്റർ പറഞ്ഞല്ലോ കെട്ടിടമുള്ള സ്ഥലങ്ങളിലെ വാടക കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞത് അവിടുത്തെ കറണ്ട് ബില്ല് കൊടുക്കണം അഡ്വാൻസ്, അവിടുത്തെ വാട്ടർ ചാർജ് കൊടുക്കണം. പച്ചക്കറിയും മുട്ടയും പാലും മേടിക്കുന്നത് ഈ പാവങ്ങൾ കാശ് കൊടുത്തിട്ടാണ്. എന്നിട്ട് തോന്നുന്ന സമയത്താണ് പൈസ കൊടുക്കുന്നത്. സാർ, സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്, the court pointed out that the government should view the concerns of the Anganwadi workers seriously as they are getting a paltry sum which is not commensurating with the volume of work they do എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയാണ് സർ. നിങ്ങൾ തന്നെ നിങ്ങളുടെ പാർട്ടി തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. ഇവരുടെ പാർട്ടി പീപ്പിൾസ് ഡെമോക്രസിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? having regard to the onerous responsibilities upon the Anganwadi workers, there appears to be a clear case of discrimination in the matter of public employment, since a person who is engaged to carry out multifarious activities is being paid a very meager amount of emolument on the ground that she is appointed in a scheme. The scheme may be designed to take an advantage of the completely unequal bargaining power to an unemployed lady, more as when she is from a rural background. സർ, ഇത് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും അവരുടെ വിഹിതം വർദ്ധിപ്പിക്കണം എന്നാണ് ഞങ്ങളുടെ നിലപാട്. ഞങ്ങൾ 550 രൂപയിൽ നിന്നും 6600 രൂപയും ടോട്ടലായിട്ടുള്ള 10,000 രൂപയിലേക്ക് അത് ഞങ്ങൾ 5 വർഷം കൊണ്ട് എത്തിച്ചു. സാർ, ഇന്നത്തെ ജീവിത സാഹചര്യം, സാർ, നമ്മൾ എന്തിനാ സർക്കാർ ജീവനക്കാർക്ക് DA കൊടുക്കുന്നത്? ബാക്കി എന്തിനാ DA എന്ന് പറയുന്നതിന്റെ കൺസെപ്റ്റ് എന്താ കൺസെപ്റ്റ്? വർദ്ധിച്ചു വരുന്ന വിലക്കയറ്റത്തിന് അനുസരണമായ ആളുകളുടെ ജീവിത നിലവാരത്തിൽ അനുസരിച്ച് ജീവിക്കാൻ അവർക്കുണ്ടാകുന്ന വർദ്ധിതമായ ചെലവുകളാണ് ഡിയർനെസ് അലവൻസ് എന്ന് പറയുന്നത്. വല്ലതും ഉണ്ടോ സർ? വല്ലതും അവർക്ക് കൊടുക്കുന്നുണ്ടോ സാർ? ഇനി ഇവിടെ പറഞ്ഞല്ലോ പെൻഷൻ അംഗൻവാടി വർക്കർക്ക് 2,500 രൂപ, 1,500 രൂപ അംഗൻവാടി ഹെൽപ്പർക്ക്, പിന്നെ ഒരു 15,000 രൂപയും 10,000 രൂപയും റിട്ടയർമെന്റ് ബെനിഫിറ്റ്. സാർ, അങ്ങ് ഇവിടെ പറഞ്ഞ കണക്ക് ശരിയല്ല. 2024 മുതൽ 9 മാസമായി ഈ പെൻഷൻ കൊടുത്തിട്ടില്ല. സർ, നമ്മളൊന്ന് ആലോചിക്കും. നമ്മൾ എല്ലാം മാറ്റിവെച്ചിട്ട് നെഞ്ചിൽ കൈവച്ച് നമ്മൾ ആലോചിക്കും. ഇത്രയും ജോലി ചെയ്ത് റിട്ടയർ ചെയ്ത് പോകുന്ന ഒരു പാവപ്പെട്ട കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഒരു സ്ത്രീക്ക് 15,000 രൂപയും കൊടുക്കേണ്ട റിട്ടയർമെന്റ് ബെനിഫിറ്റ് കൊടുത്തില്ല. 9 മാസമായി അവർക്ക് കിട്ടേണ്ട മരുന്ന് മേടിക്കേണ്ട, കഞ്ഞി കുടിക്കേണ്ട ഈ 2,500 രൂപയും 1,500 രൂപയും സാർ 9 മാസമായി കൊടുത്തിട്ടില്ല. സാർ, ഇവര് കൊടുക്കുന്ന വിഹിതമാണ്. സാർ, ഇവര് കൊടുക്കുന്ന വിഹിതമാണ്. അവർ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ ഉണ്ട്, അവരുടെ അംശാദായം കൊടുക്കുന്നുണ്ട്. സർക്കാരിന്റെ വിഹിതം 20% ആണ്. അവരുടെ വിഹിതം കൊടുത്ത പൈസ അവരങ്ങോട്ട് ഈ നക്കാപ്പിച്ച, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നതിൽ അങ്ങ് ക്ഷമിക്കണം, അവർക്ക് കിട്ടുന്ന ഈ നക്കാപ്പിച്ച പൈസയിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ കോൺട്രിബ്യൂഷൻ അടയ്ക്കണ പൈസ 500 രൂപ, അതെങ്കിലും സാർ അവർ റിട്ടയർ ചെയ്യുമ്പോൾ അവരുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കണ്ടേ? എങ്ങോട്ടാണ് സാർ അവരെ പറഞ്ഞു വിട്ടിരിക്കുന്നത്? എങ്ങോട്ടാണ്? പട്ടിണിയിലേക്കും ദുരിതത്തിലേക്കും കഷ്ടപ്പാടുകളിലേക്കാണ്. സാർ, ഞാൻ അവസാനിപ്പിക്കും, 2 മിനിറ്റ് എടുക്കുള്ളൂ. മന്ത്രി പറഞ്ഞ വെയിറ്റ് ഞാൻ തീർക്കട്ടെ പ്ലീസ്, ഞാൻ തീർക്കട്ടെ. ഇല്ലില്ല, ഞാൻ വഴങ്ങില്ല. അങ്ങ് അദ്ദേഹം എന്നോട് അവസാനിപ്പിക്കാൻ പറയാം, അതുകൊണ്ടാണ്. ഇല്ല, ഞാൻ വഴങ്ങിയാണ്. അദ്ദേഹം അനുവദിച്ച് ഞാൻ വഴങ്ങാം.